ആരാ കണിക്കൊന്ന പറയണേ? ആളാ കണിക്കൊന്ന പറയണേ? അടിച്ചാ മുട്ടിയാന്നല്ലോ. എന്റെ കണിക്കൊന്ന പറഞ്ഞത് നൈറ്റി അടിച്ചിട്ടേക്കണേ ദൈവമേ. എനിക്ക് എന്റെ ഉള്ള നൈറ്റി ആയത്. ആണോ? കുഴപ്പമില്ലല്ലേ, ഒരു തരി സാധനം പോലും ആരും കൊണ്ടുപോയിട്ടില്ലല്ലേ? ആരും കൊണ്ടുപോയിട്ടില്ല. നിങ്ങൾക്ക് ഇത് എന്തിന്റെ സൂക്കേടാണ്? ഈ വെയിലും മഞ്ഞും കൊണ്ട് ഇങ്ങനെ ഈ വീടിന്റെ വാതിക്കൽ ഇരുന്ന് ഉറങ്ങേണ്ട കാര്യമുണ്ടോ? വല്ല അസുഖം പിടിക്കത്തില്ലേ? അകത്ത് വന്ന് കിടന്ന് ഉറങ്ങിക്കൂടെ? ഞാനോ അകത്ത് വന്ന് കിടക്കാനാ? ഈ കണിക്കത്ത് അവിടെ പൂത്ത് നിൽക്കുമ്പോ ഇവിടെ കുറെ മെനകെട്ടവന്മാരുണ്ട്. ഞാൻ അകത്ത് പോയി കിടന്ന് ഉറങ്ങിച്ചിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും പളനി പോയി മുട്ടയടിച്ച പയ്യന്റെ കൂട്ടാവും എന്റെ കണിക്കൊന്ന. എന്റെ പൊന്നോ, പലതരം പിശുക്കന്മാരെയും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതുപോലത്തെ ഒരു അറു പിശുക്കനെ ഞാൻ കണ്ടിട്ടില്ല. ഇതൊരു നിസ്സാര കണിക്കൊന്നല്ലേ? നിസ്സാര കണിക്കൊന്ന ഇതാ എടി. 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ വില എന്നാ നിനക്കറിയാമോ? ഇപ്പൊ ഇത് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കണ സാധനമാണ് കണിക്കൊന്ന പൂവ്. ഇതെന്തത്? ഇവിടെ കടിക്കുന്ന പട്ടിയുണ്ട്, സൂക്ഷിക്കാന്ന. ഇവിടെ കടിക്കുന്ന പട്ടി ഇവിടെ സാധാ പട്ടി പോലും ഇല്ലല്ലോ. അതാണ് സംഭവം. ഈ കണിക്കൊന്ന പൂക്കണ സമയമാകുമ്പോഴത്തേക്ക്, വിഷുവിന്റെ സമയമാകുമ്പോഴത്തേക്ക് ഓരോരുത്തമാര് കണി കാണിക്കാനെന്ന് പറഞ്ഞ് നമ്മുടെ വിഷു കൈനീട്ടം മേടിക്കാൻ വേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ളവന്മാർ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വെച്ചത്. തൊട്ടടുത്ത ദിവസം പട്ടിനെ മേടിച്ചാൽ അങ്ങ് കരുതിക്കോളും അമ്മമാര്. ആണല്ലേ? അങ്ങനെയാണെങ്കിലേ ഈ ബോർഡിന്റെ ഇപ്പുറത്തായിട്ട് ഇവിടെ വിഷമുള്ളൊരു ജന്തു ഉണ്ടെന്നൊരു ബോർഡും കൂടെ അങ്ങ് വെക്കി. അപ്പൊ ഞാനറിയാം നീ വിഷജന്തുവിനെ വളർത്തണ്ട. എന്റെ ദൈവമേ, അതിനും തീറ്റ കൊടുക്കേണ്ടി വരൂല്ലോ. എന്റെ പൊന്നെ, ഞാൻ വിഷജന്തു ഉദ്ദേശിച്ച നിങ്ങളെയാണ്. എന്നെയാണോ ഉദ്ദേശിച്ചത്? ആശ്വാസ, നീ വിഷജന്തുന്നോ പട്ടിന്നോ പൂച്ചെന്നോ ഓന്തുന്നോ എന്നെ വേണമെങ്കിലും വിളിച്ചോ. ആന്റിന്റെ പൈസ ഞാൻ ആർക്കും കൊടുക്കില്ല മോളെ. അതോർത്ത് ആരും കാല് നീട്ടി ഇരിക്കുകയും വേണ്ട. ആർക്കും കൊടുക്കുകയൊന്നും വേണ്ട. പക്ഷെ എനിക്കൊരാഗ്രഹമുണ്ട്. പൂ പറിച്ചു കഴിഞ്ഞാൽ നിന്റെ മൂക്കിനകത്ത് ഞാൻ പഞ്ഞി വെക്കും. പൂ പറിച്ചല്ലോ, നേരെ ഒന്നും വെച്ചതാ. പിന്നെ എന്റെ ഒരു ആഗ്രഹം ഞാൻ പറയട്ടെ. എന്താ? എനിക്ക് മനസ്സിലായി. പറ. ഈ പ്രായത്തില് നിനക്കൊരു കുഞ്ഞു കാര്യം വേണമെങ്കിൽ ഞാൻ തരും. അയ്യോ, അതല്ല, വേറൊരു കാര്യം. വേറെ എന്ത് കാര്യം? അറിയാം, ഒന്ന് ഓർത്ത് നോക്കിയേ. ഹാപ്പി വിഷു. ഹാപ്പി വിഷു ഒന്നും അല്ല. ഹാപ്പി വിഷു അല്ലേ? വേറെ നല്ലൊരു വിഷു അല്ലേ വരുന്നത്? എനിക്ക് രാവിലെ കുളിച്ചൊരുങ്ങി അമ്പലത്തിലൊക്കെ പോവണ്ടേ? അപ്പൊ ഒരു സെറ്റ് മുണ്ട് എനിക്ക് വാങ്ങിച്ചു തരണ്ടേ? സെറ്റ് മുണ്ടോ? അപ്പൊ അലമാരി ഇരിക്കുന്ന സെറ്റ് മുണ്ട് നിന്റെ അലമാരി ഇരിക്കുന്ന ഏത് സെറ്റ് മുണ്ട്? നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 16 വർഷം. 16 വർഷമായില്ലേ? കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം നിങ്ങൾ എനിക്ക് വാങ്ങിച്ചു തന്ന സാരിയാണ് നമ്മുടെ അലമാരി ഇരിക്കുന്നത്. അതെടുത്ത് കളയാറായില്ലേ? 16 വർഷമായിട്ട് നിന്നെ ഞാൻ കളഞ്ഞോ? അപ്പൊ അതുകൊണ്ട് സെറ്റ് സാരി കളയുന്നില്ല, മനസ്സിലായ? നിങ്ങളെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതന്നെ. ചുണ്ട് ഞാൻ വലിച്ചു കയറി കളയും ഞാൻ. അറിയാമല്ലോ, 2 ദിവസം കഴിയാൻ നേരത്ത് വിഷുവാ. മാമൻ നിക്കുന്ന കണ്ടോ? എന്റെ പൊന്നു കൊണ്ട് മാമന്റെ കാല വീണ. കാല പിടിക്കും അളിയ. ഇതൊരുമാതിരി ഉടാപ്പ് പരിപാടിയായിട്ട് എന്റെ അടുത്തേക്ക് വരല്ലേ. 10ന്റെ പൈസ എന്നെ കൊന്നാലും ഞാൻ കൈനീട്ടമായിട്ട് തരില്ല അളിയ, തരില്ല അളിയ. അത് അങ്ങനല്ല ചേച്ചി, നീ ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. ഒരു വിഷു ആവുമ്പോഴത്തേക്കും കുഞ്ഞു പിള്ളേരുള്ള വീട്ടിൽ അവർക്ക് കൈനീട്ടം കൊടുക്കുന്ന ഒരു അനുഗ്രഹമല്ലേ അത്? എനിക്ക് അങ്ങനെ വലിയ അനുഗ്രഹം വേണ്ട. പൈസ കൊടുത്തിട്ടുള്ള അനുഗ്രഹം വേണ്ട. അല്ലാതെ എന്റെ ദൈവത്തിനെ അങ്ങ് വിളിച്ചാൽ മതി. ചേട്ടാ, ഒരേ ഒരു അളിയനല്ലേ ഉള്ളത്? നല്ലൊരു ദിവസമല്ലേ കുഞ്ഞിന് എന്തെങ്കിലും കൊടുക്കും. നിനക്ക് എന്തിന്റെ കേടാ? നിനക്ക് അളിയ നമ്മുടെ കുഞ്ഞിനൊരു ഇച്ചിരി ഇത് കൊടുക്കുന്നതിന് അളിയൻ ഇതിന്റെ പിശുക്ക് മാറണം കേട്ടോ അളിയൻ. എന്തിനാ ഞാനിങ്ങനെ പിശുക്കിയിട്ടാണ് ഈ കാണായ സ്വത്ത് മൊത്തം ഞാൻ ഉണ്ടാക്കിയത്. ഞാൻ ഇനിയും പിശുക്കും, എന്റെ മരണം വരാൻ പിശുക്കും. പക്ഷെ അളിയൻ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്ത്? ഞാനില്ലായിരുന്നെങ്കിൽ ഇതുപോലെ ജീവനോടെ ഈ വീടിന്റെ മുറ്റത്ത് നിക്കത്തില്ലായിരുന്നു. അതെന്താ? എന്താണോ ഇടീ, ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഈ പുള്ളിയെ മൂർക്കം പാമ്പ് കടിച്ചു. നാട്ടുകാരുടെ കൂട്ടത്തിൽ ഞാനും പോയി. പാതിരാത്രി ആയപ്പോഴത്തേക്ക് വിഷവൈദ്യന്റെ അടുത്തോട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ പുള്ളിയുടെ വാതിക്കൽ ഇങ്ങനെ എഴുതിയിട്ടേക്കുന്ന ഓരോ പാമ്പിന്റെ വിലവിവരങ്ങള്. മൂർക്കം പാമ്പ് കടിച്ചാൽ 5000 രൂപ, രാജവെമ്പാല കടിച്ചാൽ ഇത്ര രൂപ, ഏറ്റവും അടി എഴുതിയേക്ക് നീർക്കോലി കടിച്ചു കഴിഞ്ഞാൽ 500 രൂപ എന്ന്. ഈ പുള്ളി അത്രയും കൊത്തു കൊണ്ടിട്ട് വായിക്കൂടെ പതയം വന്നിട്ട് പുള്ളിയോട് പറയുക, എന്നെ കടിച്ചത് നീർക്കോലിയാണ്. 500 രൂപ ഞാൻ കൊടുത്ത് ലാഭിച്ചു. ഇല്ലെങ്കിൽ ഞാൻ 5000 രൂപ കൊടുക്കേണ്ടി വരില്ലായിരുന്നു. എന്നിട്ട് എന്റെ അരക്കിടന്ന് ഏലസ് ഞാൻ കൊണ്ട് പണയം വെച്ചിട്ട് 5000 രൂപയ്ക്ക് ഈ പുള്ളിയെ രക്ഷപ്പെടുത്തിയത്. 3 ദിവസം ഏലസിന്റെ കൊട്ടി അതിന്റെ കളറൊന്ന് പുറത്തു വരാണ്ട് കറുത്തിരിക്കുന്ന ഞാൻ കാണിച്ചാണ് ഏറ്റവും വലിയ തെറ്റ്. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്നവന്മാർക്ക് മാപ്പില്ലളിയാ. ഞാൻ അടിയാൻ വിചാരിച്ചു. മോനെ, ഞാനൊരു കാര്യം പറയാം. അഥവാ നീ വളർന്ന് വലുതായി അച്ഛൻ ചത്തുപോയാലും ഈ വീടിന്റെ മുന്നിൽ കാല് കുത്തിപ്പോലെ, ഈ നാരുടെ മുന്നിൽ കേട്ടോ. നീ അങ്ങോട്ട് ഇല്ലല്ല, ഞാൻ ഇനി ഒരു കേസുമായിട്ട് നീ ഇങ്ങോട്ട് വരത്തില്ല. ഒരു കാര്യം, നീ ആ പുറകെ ചെന്നൊരു തോട്ടി എടുത്തോണ്ട് ഞാൻ 2 പൂ വരച്ചോട്ട് പോകും. എന്റെ കണിക്കൊന്നേല തൊട്ട് കഴിഞ്ഞാൽ നിന്റെ മുഴയും ചെയ്യാൻ പട്ടിക്കിട്ട് കൊടുക്കും ഞാൻ. ഇത് പറിച്ചോണ്ട് പോകുന്നത് തനിക്കെന്തോളും. അത് പറിക്കരുത്. പറിക്കോ നീ, പറിക്കോ നീ, പറിക്കോ നീ.
ഇവിടെ തന്റെ പൈസയും വേണ്ട, തന്റെ സ്വർണവും വേണ്ട, തന്റെ പൂ പറിക്കുന്ന പൂ പറിക്കാൻ പറ്റില്ല. കണിക്കൊന്ന ഇപ്പൊ കിട്ടാനില്ല. ഞാൻ ആയിരങ്ങൾ സമ്പാദിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചാണ് പൂ. അത് ഞാനിവിടെ രാപകലില്ലാതെ ഇതിന് കാവലിരുന്നിട്ട് അതൊരു കാര്യം ചെയ്യും, ഈ പൂവെല്ലാം കൂടെ തോരൻ വെച്ച് അങ്ങ് തിന്ന്. അല്ല പിന്നെ ഓരോ പറ്റുന്ന പൈസ കിട്ടുമെന്ന് ഞാൻ അതും ചെയ്തേനെ. കൊച്ചിന് തലയിൽ മുട്ടി പൂ. കഷ്ടമായി പോയി. പൂവിനകത്ത് സ്ക്രാച്ച് വീണുണ്ടല്ലോ. കഷ്ടമായി പോയി. കുറച്ച് പൂ കൊടുത്ത് വിടായിരുന്നു. ഇന്നലെ പൂ മേടിക്കാൻ വേണ്ടി ഒരുത്തം വന്നില്ലേ, അവൻ വരുന്നുണ്ട്. അവന്റെ മുമ്പിൽ നിന്റെ തൊള്ള തുറന്നുള്ള റേറ്റ് താത്തരുത് കേട്ടോ. മറ്റേ ഹോൾസെയിൽ. ആ അത് തന്നെ. അവൻ പറ്റും ജാടായിട്ട് നിൽക്കാം. എടാ കേട്ടോ. ആ നമസ്തേ. ആ ഞാൻ ഇന്നലെ വന്നിരുന്നു. അതെ തരുന്നു. നമ്മളെ കണിക്കൊന്ന എല്ലാം എടുത്തോണ്ട് പോയി വിൽക്കാൻ വേണ്ടിയുള്ള. നമ്മൾ ഇന്നലെ റേറ്റ് പറഞ്ഞപ്പോ ചേട്ടൻ 30,000 രൂപ കുറഞ്ഞ് കൊടുക്കൂലെന്ന് പറഞ്ഞു. ഞാൻ 30,000 രൂപ കുറഞ്ഞ് കൊടുക്കൂല. ഞാൻ 25 രൂപ പറഞ്ഞതാണ്. 25 രൂപ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ വല്ലയിടത്തും മേടിക്കുക. എന്റെ അടുത്ത് എന്റെ പൂവിന് 30,000 രൂപ 30,000 രൂപ. ശരി. അപ്പൊ ഇനി ഇപ്പൊ ചേട്ടൻ പറഞ്ഞ വാക്ക് മാറ്റണ്ട. 30,000 രൂപ നമുക്ക് ഫിക്സ് ചെയ്യാം. പക്ഷേ അത് ഞാൻ ഇന്നലെ പറഞ്ഞ റേറ്റ് അല്ല. ഇന്ന് ഞാൻ പറഞ്ഞു എനിക്ക് 40,000 രൂപ കിട്ടണം. അല്ല ഒരു മിനിറ്റ്. എന്താണ് ഈ പറയുന്നത്? 30,000 രൂപയ്ക്ക് സമ്മതിച്ചില്ല. അതിനങ്ങ് ഉറപ്പിക്കാൻ നോക്കി. അത് ഇന്നാകുമ്പോഴത്തേക്ക് അത് 10,000 രൂപ കൂടും. ഇത്ര പിശുക്കത്തരം കാണിക്കല്ലേ. ഉള്ള പൈസ വാങ്ങിച്ചെടുക്കാൻ നോക്ക്. അങ്ങനെയുള്ള പൈസ മേടിച്ചെടുക്കാൻ പറ്റില്ലെന്നേ. ഇവിടെ ചേട്ടൻ 30 രൂപയ്ക്ക് അങ്ങ് ഫിക്സ് ചെയ്യാം. നമുക്ക് അല്ല, 30 രൂപ ഫിക്സ് ചെയ്യാം. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വിൽക്കണമെങ്കിൽ എത്ര സമയം എടുക്കുന്ന അറിയട്ടെ. എത്ര സ്ഥലങ്ങൾ കൊണ്ടിട്ട് നമുക്ക് ഇത് വിൽക്കാൻ പറ്റുന്നത്. ഒന്നും കിട്ടത്തില്ല കേട്ടോ ലാഭം. അതുകൊണ്ട് ഒന്നും കിട്ടില്ല. എന്തിനാ അവൻ ആ പണിക്ക് പോകണം? നീ വീട്ടിൽ പോകും. അല്ല, വിഷു ആയതുകൊണ്ട് ചെയ്യാമല്ലോ. ചേട്ടന് ഇപ്പൊ എത്ര വേണം? ഇന്നാണ് എനിക്ക് 40,000 രൂപ. 40,000 രൂപ. ശരി, ഫിക്സ് ചെയ്യാം. ഞാൻ അഡ്വാൻസ് കൈ തുടങ്ങി തന്നെ. അഡ്വാൻസ് വേണ്ട. അല്ല, അഡ്വാൻസ് തരാം. അല്ല, ഒരു വിശ്വാസം എന്റെ അടുത്ത് എടുക്കരുത്. എനിക്ക് വേണ്ട. അഡ്വാൻസ് വേണ്ട. വേണ്ട. അപ്പൊ അത് ഫിക്സ് ചെയ്യാലോ. ആ ഫിക്സ് ചെയ്യാം. ഇതിന്റെ വേറെ മാറ്റൊന്നും വരരുത്. അപ്പൊ നാളെ വൈകുന്നേരം ഞാളിനെ കൊണ്ടുവരും. പൂ പറിക്കാൻ വരും. 40,000 രൂപ. ചേട്ടാ ഓക്കെ. ശരി ചേച്ചി. ശരി ശരി ശരി. ഇല്ലേ, അവന്റെ അപ്പനെ വിട്ട കാല് എന്റെ അതെ, ആ പൈസ അങ്ങ് വാങ്ങിച്ചെടുക്കാൻ വയ്യായിരുന്നു അഡ്വാൻസ് തന്നത്. നീ മണ്ടിയാണ്. നീ എന്ത് മണ്ടി? എടി അവൻ ഇന്നലെ മിഞ്ഞാന്ന മമ്പനെ എത്ര 30,000 രൂപ പറഞ്ഞു. ഇന്ന് 40,000 രൂപ പറഞ്ഞു. നാളെ 50,000 രൂപ പറഞ്ഞു. നാളെ കഴിഞ്ഞ് വിഷുവിന്റെ അന്ന് 60,000 രൂപ എനിക്ക് അവന്റെ അടുത്ത് മേടിക്കാം. ഇന്ന് ഞാനിപ്പോ അഡ്വാൻസ് മേടിക്കാൻ കഴിഞ്ഞാൽ ഈ പൈസക്കാണ് എനിക്ക് മൊത്തം മേടിക്കാൻ പറ്റുള്ളൂ. എന്റെ പൊന്നോ, മനുഷ്യർക്ക് ഇത്ര അത്യാർത്ഥി പാടില്ല കേട്ടാ. എടി ഞാൻ അത്യാർത്ഥി ഇട്ടിട്ടാണ് ഈ സംഭവം മൊത്തം ഞാൻ ഉണ്ടാക്കിയത്. ആണോ? വലിയ കാര്യമായി പോയി. പറയാ സാറേ. സാറേ അവിടെയൊക്കെ വെട്ടി തീർത്ത്. ഓ ഇനി ഇവിടെ കുറച്ചേ ഉള്ളൂ. അത് വെട്ടിയിട്ട് വിളിക്കാൻ സാറിനെ അപ്പോൾ ഓൺ ചെയ്താൽ മതി. ഓ ശരി സാറേ, ശരി സാറേ. ഇതാണ് ഇതെന്താ പ്രശ്നം? എന്നാ ഞങ്ങൾ ടച്ചിങ് വെട്ടാൻ വന്നു. ടച്ചിങ് വെട്ടാനോ? എന്നാ ടച്ചിങ് വെട്ടാൻ? അത് ഞങ്ങൾ KSEB എന്ന് പറയാണ്. ഈ ലൈനിൽ ടച്ചായി കിടക്കുന്ന മരങ്ങളെല്ലാം വെട്ടിയാണ് വരുന്നത്. ആ ജംഗ്ഷൻ മുതൽ ഇതുവരെ ഉള്ള മരങ്ങളെല്ലാം വെട്ടി. ഇനി ഈ കൊന്നമരം കൂടെ വെട്ടിയാ കഴിഞ്ഞു. കൊന്നമരം വെട്ടാനോ? കൊല്ലിക്കാൻ 50,000 രൂപയ്ക്ക് പറഞ്ഞു വെച്ചേക്കണ സംഭവമാണ് പണിക്കൊന്ന. അല്ല, അത് ടച്ച് ഇട്ടില്ലല്ലോ. ടച്ച് ചെയ്തിടക്കാണ്. നിങ്ങൾക്ക് 50,000 രൂപയല്ലേ? അപ്പുറത്ത് 5 ലക്ഷം പറഞ്ഞ ഒരു തേക്കാണ് നിസ്സാരമായിട്ട് വെട്ടിമുറിച്ച് അവിടെ ഇട്ടേക്കുന്നത്. അത് വെട്ടണോ? ഓക്കെ സാറേ, ഞാൻ വെട്ടാം. അയ്യോ,